ഡിവിസിബിലിറ്റി റൂൾസ് എന്താണെന്ന് വെച്ചാൽ ഒരു നമ്പറിനെ മറ്റൊരു നമ്പറുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡിവിസിബിൾ ആണെന്ന്, അതല്ലെങ്കിൽ ഡിവിസിബിൾ അല്ല. എന്താണ് ഡിവിസിബിലിറ്റി റൂൾസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ എക്സാമ്പിൾസ് വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. 28 എന്ന നമ്പറിനെ ഞാൻ 2 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 2-ൽ 2 1 ടൈം, 1 × 2 ഈസ് 2, 2 - 2 ഈസ് 0. 8 താഴോട്ട് എഴുതുന്നു. 8-ൽ 2 4 ടൈംസ്, 4 × 2 ഈസ് 8, 8 - 8 ഈസ് 0. ഇപ്പോൾ നമുക്ക് റിമൈൻഡർ 0 ആണ് കിട്ടിയിട്ടുള്ളത്. 28 ഈസ് ഡിവിസിബിൾ ബൈ 2 എന്ന് പറയാം നമുക്ക്. അപ്പോൾ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ ആണ് എന്ന് പറയാം. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ നമുക്കത് ഡിവിസിബിൾ ആണ് എന്ന് പറയാം. 355 ഡിവൈഡഡ് ബൈ 2. 1 × 2 ഈസ് 2, 3 - 2 ഈസ് 1, 5 താഴോട്ട് എഴുതാം. 15-ൽ 2 7 ടൈംസ്, 7 × 2 ഈസ് 14, 5 - 1 ഈസ് 4, 1 - 1 ഈസ് 0, 5 താഴോട്ട് എഴുതാം. 15-ൽ 2 7 ടൈംസ്, 7 × 2 ഈസ് 14, 5 - 4 ഈസ് 1, 1 - 1 ഈസ് 0. 355 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. എന്താ കാരണം? റിമൈൻഡർ വന്നു. ഇനി ഡിവിസിബിലിറ്റി റൂൾ ഓഫ് 2 എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു നമ്പർ കണ്ടാൽ തന്നെ നമുക്ക് ആ നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണോ അല്ലേ എന്ന് മനസ്സിലാക്കാനുള്ള ട്രിക്കാണ് ഇവിടെ പറയുന്നത്. A number is divisible by 2 if it is an even number. Even number ആണോ അത് divisible by 2 ആയിരിക്കും. 2 4 6 8 0 ഇത്രയും നമ്പറുകൾ ഓരോ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട്, അതായത് വൺസിൻ്റെ പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഡിവിസിബിൾ ബൈ 2 ആണെന്ന്. കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾക്ക്. 398 എന്ന് എഴുതിയിട്ടുണ്ട്. വൺസിൻ്റെ പ്ലേസിൽ 8 ആണുള്ളത്. ഈവൻ നമ്പർ ആണല്ലോ. നോക്കൂ, ഇവിടെ 8 ഉണ്ടല്ലോ. 8 ഈവൻ നമ്പറാണ്. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 2 ആണ്. ഇനി അടുത്തൊരു നമ്പർ നോക്കാം. 4065. 5 ഓഡ് നമ്പർ അല്ലേ, ഈവൻ നമ്പർ അല്ലല്ലോ. അപ്പോൾ ഈ നമ്പർ ഡിവിസിബിൾ ബൈ 2 അല്ല. 5646 വൺസിൻ്റെ പ്ലേസിലുള്ളത് ഈവൻ നമ്പറാണ്. മറ്റുള്ള നമ്പേഴ്സ് ഒന്നും നോക്കേണ്ട കാര്യമില്ല. വൺസിൻ്റെ പ്ലേസിൽ ഏത് നമ്പറാണോ അത് ഈവൻ നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ് കേട്ടോ. 18422 ഇത് നോക്കൂ, ഇത് ഡിവിസിബിൾ ബൈ 2 ആണോ? ആണല്ലോ, ഈവൻ നമ്പർ അല്ലേ ലാസ്റ്റിലുള്ളത്. അപ്പോൾ എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, എത്ര ചെറിയ നമ്പർ ആയിക്കോട്ടെ, ലാസ്റ്റിൽ വരുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ ഡിവിസിബിൾ ബൈ 2 ആണ്. ഈവൻ നമ്പർ അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 2 അല്ല. ഫ്രാക്ഷൻസിൻ്റെ സിംപ്ലസ്റ്റ് ഫോമൊക്കെ എഴുതുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സിമ്പിൾ ഫോം ആക്കാനൊക്കെ നമുക്ക് ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റുള്ള നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾസുമായിട്ട് ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ്. എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണണം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ കൂട്ടുകാരെ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.